മോളെ, അവിടുന്ന് പരമേശ്വരൻ സാറ് വിളിച്ച് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ കൂടെ ഇറങ്ങാൻ തുടങ്ങിയതാ, ഞങ്ങള് തടഞ്ഞതാ. അത് നന്നായി മക്കളെ. എന്ത് നല്ല നിലയിൽ ജീവിച്ചവരാ അവരൊക്കെ. പെട്ടെന്നൊരു ദിവസം തെരുവിലിറങ്ങാന്നൊക്കെ പറഞ്ഞാൽ അവരെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. മോൻ എന്തായി ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ, നടന്ന കാര്യങ്ങളൊക്കെ സങ്കടമുള്ളതാ. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതും മോന്റെ വീട് തന്നെയാ. അച്ഛനും അമ്മയും ഇവിടെ ഉള്ളപ്പോ മക്കൾ ഒരിടത്തും പോകണ്ട. യശോദേ, നീ മോളെയും കൂട്ടിപ്പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രണ്ടുപേരും. ഇല്ലച്ചാ, ഒരു ഫ്രണ്ട് വന്നിരുന്നു. ഞങ്ങൾ അവൻ്റെ കൂടെ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചു. അത് കഴിച്ചപ്പോൾ അവനങ്ങ് പോയെന്നേ ഉള്ളൂ. വരുണിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. അയാളുടെ ഫ്ലാറ്റിൽ നിന്നോളാനൊക്കെ പറഞ്ഞതാ. പിന്നെ അയാളുടെ ഭാര്യയ്ക്കത് ഇഷ്ടമല്ല. മോള് വാ. പ്രിയങ്കയായിട്ട് തുടങ്ങി വെച്ച ദുരന്തം അല്ലേ മോനെ? ഒരുപാട് കാരണങ്ങളുണ്ട് അച്ഛാ. ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പിഴവുകൾ ഒരുപാട് സംഭവിച്ചു എൻ്റെ ഭാഗത്തു നിന്നും. വിശ്വസിച്ചൊരു ചതിച്ചു, അത്രേ ഉള്ളൂ. ഇക്കാലത്ത് നല്ലത് ചെയ്യുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരേണ്ടതല്ലോ. മോളെ, മോനാകെ മനസ്സ് തകർന്നിരിക്കുക. നമ്മള് പെണ്ണുങ്ങള് ഈ നേരത്താണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. ഒരു വാക്കുകൊണ്ട് പോലും അവരെ തളർത്താൻ പാടില്ല. അവര് ചിലപ്പോൾ ദേഷ്യപ്പെടും, ബഹളം വെക്കും. കാരണം അവരുടെ നഷ്ടം, അവരുടെ വേദന അതൊക്കെ വലുതാ. മോന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും മോൾ അത് ക്ഷമിക്കണം, മിണ്ടാതെ കേട്ട് നിൽക്കണം. വരുൺ അങ്ങനെയൊന്നും പറയില്ലമ്മേ. പക്ഷേ വല്ലാതെ തളർന്നുപോയി. പിന്നെ ഈ നേരം വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് വരുണിന്റെ മനസ്സൊന്ന് നേരെയാക്കാനാ, ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാ. മോനൊരു ജോലി കിട്ടാനാണോ പ്രശ്നം? മോൻ ചെന്ന് ചോദിച്ചാൽ എത്ര പേരാ അതിന് തയ്യാറാകുക? പഠിപ്പില്ലേ? എല്ലാം നോക്കി നടത്താനുള്ള മിടുക്കില്ലേ? മോനെ തോൽപ്പിക്കാനൊന്നും ആരും വളർന്നിട്ടില്ല മോളെ. ആരെ കൊണ്ടും അത് നടക്കില്ല. ഇറങ്ങുമ്പോ അച്ഛനും അമ്മയോടും മുത്തശ്ശിയോടും നിങ്ങൾ പറഞ്ഞൊരു വാക്കില്ലേ, സ്വന്തം കാലിൽ നിന്നിട്ട് എല്ലാം തിരിച്ചു പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന്. അത് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. ചതിച്ചവരെ മുഴുവൻ തോൽപ്പിക്കണം. അച്ഛൻ ഉറപ്പുണ്ട്, മോനോട് മത്സരിച്ച് ജയിക്കാൻ അവിടെ ആർക്കും പറ്റില്ല. ഇപ്പോഴത്തെ അവരുടെ വിജയമൊക്കെ താൽക്കാലികമാണ്. അതൊന്നും നിലനിൽക്കില്ല. അതിന് ദൈവം അനുവദിക്കില്ല.